നമസ്കാരം. ഞാൻ ശശിധരൻ കോഴിമല. ദൈവവും കുറേ സൽമനുഷ്യരും കരയുകയാണ്. മനുഷ്യൻ്റെ അതിക്രമം അതുപോലെ വളർന്നു കൊടുമുടി പോലെയായി. അധർമ്മം പെരുകി കൊടുമുടി പോലെയായി. അക്രമം പെരുകി കൊടുമുടി പോലെയായി. ചൂഷണം പെരുകി കൊടുമുടി പോലെയായി. പീഡനം പെരുകി കൊടുമുടി പോലെയായി. ചതിയും വഞ്ചനയും പെരുകി കൊടുമുടി പോലെയായി. സൽജനങ്ങൾക്ക് ജീവിക്കാൻ നിർവാഹമില്ല. ഈശ്വരനും സൽജനങ്ങളും കരയുകയാണ്. അവരുടെ കണ്ണുനീര് പെരുമഴയായി പെയ്ത് സമുദ്രമായി വൻ സമുദ്രമായി ഒഴുകുകയാണ്. ദുർജനങ്ങളാണ് ഇതിനെല്ലാം കാരണക്കാർ. ആർത്തി പൂണ്ടവർ, അമിതാഗ്രഹികൾ, അജ്ഞാനികൾ, വിവരമില്ല. എങ്ങനെ പണം ഉണ്ടാക്കണം, ആര് ചത്താലെന്താ, ആര് ചീഞ്ഞാലെന്താ, പണം വേണം, ധനം ധനം ധനം. യുവാക്കളെല്ലാം അതിൻ്റെ പിന്നാലെയാണ്. എങ്ങനെ ധനമുണ്ടാക്കാം, ഏത് കോഴ്സ് പഠിച്ചാൽ ധനമുണ്ടാക്കാം, കൂടുതലുണ്ടാക്കാം. എല്ലാവരും പരക്കം പാച്ചിൽ. ആർക്കും ഇതൊന്നും ശ്രദ്ധിക്കാൻ നേരമില്ല. ഞാനൊരു കാര്യം പറയാം. അന്യായമായി ആരുടെ അധ്വാന ഫലം ചൂഷണം ചെയ്താലും അത് ഈശ്വരൻ പൊറുക്കില്ല. അവർക്ക് ശിക്ഷ കൊടുക്കും. നിങ്ങൾ കഠിനാപ്രയത്നം ചെയ്ത് സത്യസന്ധമായിട്ടാണ് ധനമുണ്ടാക്കുന്നതെങ്കിൽ അത് നിലനിൽക്കും. നിങ്ങളുടെ അനന്തര തലമുറയ്ക്കും അത് ഗുണം ചെയ്യും. അതല്ല, നിങ്ങൾ അധർമ്മവും ചതിയും വഞ്ചനയും ഒക്കെയാണ് പ്രയോഗിക്കുന്നതെങ്കിൽ നിങ്ങൾക്കതിൻ്റെ ഫലം കിട്ടും. നിങ്ങൾ മാത്രമല്ല അതിൻ്റെ ഫലം അനുഭവിക്കുന്നത്. പിന്നെ ആരൊക്കെ അതിൻ്റെ ഫലം അനുഭവിക്കുമെന്ന് ചോദിച്ചാൽ അനന്തര തലമുറ നിങ്ങളോട് ചോദിക്കും, നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ. നിങ്ങൾ കുറ്റം ചെയ്തതിൻ്റെ ശിക്ഷ ഞങ്ങളാണ് മേടിക്കുന്നത്. നിങ്ങൾ കുറ്റം ചെയ്യുമ്പോൾ നിങ്ങളിലുണ്ടാകുന്ന ജീനിൻ്റെ അടുക്കിന് മാറ്റം വരും. നിങ്ങൾക്കുണ്ടാകുന്ന കുട്ടികളുടെ ജീനിൻ്റെ അടുക്കിനും മാറ്റം ഉണ്ടാകും. വിത്ത് ഗുണം 10 ഗുണം. വിത്ത് ഗുണമല്ലേ 10 ഗുണമാകൂ. ഒരു ചെടിയുടെ ഗുണമല്ലേ അതിൻ്റെ വിത്ത് പാകിയാൽ ആ ചെടിക്കും കിട്ടുകയുള്ളൂ. നിങ്ങൾ ചെയ്യുന്ന അതിക്രമവും ക്രൂരതയും പീഡനവും ഒക്കെ വളരെ ഉച്ചത്തിലാണെങ്കിൽ, ഉന്നതിയിലാണെങ്കിൽ നിങ്ങളുടെ കുട്ടികളും ആ രീതിയിൽ പോകും. അപ്പോൾ അവരടി മേടിക്കും. അതിന് കാരണക്കാരാരാ? നിങ്ങൾ കുറ്റം ചെയ്യാതിരിക്കണമായിരുന്നു. അവർ കുറ്റം ചെയ്യാതിരിക്കണമെങ്കിൽ. ഇത് ഇങ്ങനെ നീണ്ടു പോകുക, ഉയർന്നുയർന്നു പോകുക. ആസ് ലൈക്ക് ആസ് എ ജോമെട്രിക് പ്രോഗ്രഷൻ. 2, 4, 8, 16, 32, 64, 128, 256, 512, 1024, 2048, 4096, 8192, 16384. ഇങ്ങനെ ഫസ്റ്റ് ടേം 1 കോമൺ റേഷ്യോ 2 ഇതിങ്ങനെ അങ്ങ് പോകുക. എന്ത് ടേം വരെ വേണേലും പോകാം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്വഭാവവും നിങ്ങളുടെ കുലത്തിലുള്ളവരുടെ സ്വഭാവമാണ്. എന്താണ് നിങ്ങളുടെ കുലം? ഈ 2, 4, 8 ഇങ്ങനെ പോകുന്ന നിങ്ങളുടെ അച്ഛൻ, അമ്മ, ആ 2 പേരുടെ 4 മാതാപിതാക്കൾ, 4 പേരുടെ 8 മാതാപിതാക്കൾ, അങ്ങനെ പോകുന്നു. നിങ്ങളുടെ ഭാര്യ, അവരുടെ 2 മാതാപിതാക്കൾ, അവരുടെ 4 മാതാപിതാക്കൾ, അവരുടെ 8 മാതാപിതാക്കൾ. ഇതാണ് നിങ്ങളുടെ 2 പേരുടെയും കുലം. ഈ കുലത്തിലുള്ളവരുടെ മുഴുവൻ സ്വഭാവവും നിങ്ങളുടെ കുട്ടികളിലുണ്ട്. അപ്പം നിങ്ങളുടെ ഇരട്ടിക്കഴിവാണോ, 2 ഇരട്ടിയാണോ, 4 ഇരട്ടിയാണോ? ഒത്തിരി കഴിവുകളുണ്ട്. എന്നാൽ നിങ്ങൾ ചെയ്ത ദുർപ്രവൃത്തി മൂലം ആ കഴിവുകളെല്ലാം അവരിൽ ഉറങ്ങുകയാണ്. ആ കഴിവുകളെ അവരെ കൊണ്ട് ഉണർത്തിക്കുന്നുണ്ടോ? രാവിലെ എഴുന്നേൽപ്പിക്കുന്നു, പടിയടാ പടി, 24 മണിക്കൂറും പടി. കുറ്റം കാണിച്ചാൽ വഴക്ക് പറച്ചില്ല, തല്ല്. ആ കുട്ടി എന്തുകൊണ്ടാണ് കാണിച്ച്? അതിനെപ്പറ്റി തിരക്കിയോ? ഇപ്പോൾ 10 ഗുണം 10 ഗുണം കാണിച്ചു, അതിനെന്തിനാ കുട്ടിയെ തല്ലുന്നു? അതിനെ സ്നേഹമായി പറഞ്ഞ് ഉപദേശിക്കണം. അതിനെ വെളുപ്പിനെ എഴുന്നേൽപ്പിച്ച് പ്രാർത്ഥിപ്പിക്കണം. അതിനോട് ഇന്ന കാര്യങ്ങൾ ചെയ്യാൻ പറയണം. സ്നേഹമുള്ള ആൾക്കാർ എന്തു പറഞ്ഞാലും കുട്ടികൾ കേൾക്കും. അവർക്കൊരു കരുതലുണ്ടാകും. ആ ആൾ എന്നെ കൂടുതൽ സ്നേഹിക്കുന്നുണ്ട്, ഒന്നിൽ അച്ഛൻ അല്ലേ അമ്മ. അപ്പം ആരാണോ ആ കുട്ടിയെ കൂടുതൽ സ്നേഹിക്കുന്നത് എന്ന കുട്ടിക്ക് ബോധ്യമാകുന്ന തരത്തിലുള്ളവർ ഉപദേശിക്കുമ്പോൾ ആ കുട്ടി തെറ്റ് ചെയ്യില്ല. എന്താ തെറ്റ് ചെയ്യാത്തത്? ഞാനീ പറഞ്ഞതുപോലെ നിങ്ങളുടെ കുലത്തിലെയും നിങ്ങളുടെ ഭാര്യയുടെ കുലത്തിലെയും മുഴുവൻ ആൾക്കാരിലെയും നന്മയും തിന്മയും ഈ കുട്ടിയിൽ അടങ്ങിയിട്ടുണ്ട്. തിന്മ മാത്രമല്ല അടങ്ങിയിരിക്കുന്നത്, നന്മയുമുണ്ട്.
കോടാനുകോടി നന്മകളുണ്ട്. ആ നന്മകൾ ഉണരണമെങ്കിൽ ശരിയായ രീതിയിൽ പ്രാർത്ഥന, ധ്യാനം, നോയമ്പ്, ഉപവാസം ഇവ വേണം. ഇതൊന്നും ശ്രദ്ധിക്കാൻ നിങ്ങൾക്കാർക്കും സമയമില്ല. പിന്നെ സ്റ്റോറികൾ എഴുതിയിട്ടു, ലേഖനങ്ങൾ എഴുതിയിട്ടു, വീഡിയോ ഇട്ടു, ആർക്കും ഒന്ന് കേൾക്കാനോ കാണാനോ സമയമില്ല. ദൈവം കരയുകയാണ്, സൽജനങ്ങൾ കരയുകയാണ്, ദുഷ്ടന്മാരാണ് കൂടുതൽ എന്നെനിക്ക് തോന്നുന്നു. രാവിലെ മുതൽ അന്ത്യം വരെ കഠിനാധ്വാനം ചെയ്ത് കുടുംബം പോറ്റുന്നവരെ, ചൂഷണം ചെയ്യുന്നവരെ നിങ്ങൾ ഏതാറ്റിൽ പോയി കുളിച്ചാൽ നിങ്ങളുടെ പാപങ്ങൾ തീരും. നിങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ ഇസങ്ങളും ആരെയാണ് നിങ്ങൾ ഈ ചൂഷണം ചെയ്തത്? നിങ്ങൾ വല്ല ജോലിയും ചെയ്തോ? നിങ്ങൾക്ക് ആകെ അറിയാവുന്ന ഒരേ ഒരു കാര്യം എന്താ? മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് പ്രസംഗിക്കാൻ. എന്തുവാ പ്രസംഗിക്കുന്നത്? അവരെ നല്ല രീതിയിൽ ഉയർത്തുവാണോ? നല്ല പിള്ളേരെ പൊതുമുതൽ നശിപ്പിക്കാനും അക്രമം ചെയ്യാനും കൊലപാതകം ചെയ്യാനും പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള പ്രസംഗം പ്രസംഗിക്കുന്നവർക്കെതിരെ കേസെടുക്കണം. എന്തിനാ നിങ്ങളിങ്ങനെ ഈ യുവതലമുറയെ വഴിതെറ്റിക്കുന്നത്? നിങ്ങൾ സത്യസന്ധരും നീതിമാന്മാരുമാണെന്ന് വിചാരിച്ച് അവർ നിങ്ങൾക്ക് കീജെ വിളിക്കുക. അവരറിയുന്നില്ലല്ലോ നിങ്ങൾ കോടാനുകോടികൾ സമ്പാദിച്ച് കൂട്ടിയിട്ടുണ്ടെന്നുള്ള വിവരം. പാവങ്ങൾ, അവരെ ചൂഷണം ചെയ്യുക, അധ്വാനിക്കുന്നവരെയും ഭാരം ചുമക്കുന്നവരെയും ചൂഷണം ചെയ്യുക. ദുഃഖിതരുടെയും പീഡിതരുടെയും നിന്ദിതരുടെയും നിരാശ്രിതരുടെയും നിർധനരുടെയും രോഗികളുടെയും അടിമകളുടെയും. എന്തിനടിമ? ലഹരിക്കടിമ, അങ്ങനെയുള്ള പലതിനും അടിമ. എണ്ണം കൂടി, അത് വർദ്ധിക്കുക. അവരുടെ മക്കൾ, അവർ പിന്നെ വിവാഹം കഴിച്ച് അവർക്ക് കുട്ടികളുണ്ടായാൽ ഇവർ അതിനേക്കാൾ വലിയ അടിമകളാകും. ഇങ്ങനെ അടിമകൾ അടിമകൾ അടിമകളെന്ന് വിളിച്ചില്ലേ? നിങ്ങൾ ഞങ്ങളുടെ നട്ടെല്ലുകളാകെ കാവടി പോലെ വളച്ചില്ലേ? ആരാ വളച്ചത്? ഈ ഭൂമിയിലെ നല്ലൊരു ശതമാനം ജനത്തിൻ്റെ നട്ടെല്ലാരാ വളച്ചത്? അമിതാഗ്രഹികൾ, ആർത്തിപ്പണ്ടാരങ്ങൾ, അജ്ഞാനികൾ. അവരുടെ വേദവാക്യം കേട്ട് ഇവർ എല്ലാ അക്രമത്തിനും മുതിരുക. ഇതിൻ്റെ ഫലം ആരനുഭവിക്കുന്നു? നിങ്ങളുടെ അനന്തര തലമുറ അനുഭവിക്കുന്നു. അവർ ചോദിക്കും, നീ കുറ്റം ചെയ്തതിനല്ലോ ഞാൻ കൊണ്ടടികൾ. എടാ വിഡ്ഢി, നീ അമിതാഗ്രഹം കൊണ്ട് ധാരാളം ധനം വാരിക്കൂട്ടി, മറ്റുള്ളവരുടെ ശാപം നീ ഏറ്റുവാങ്ങി, അതിൻ്റെ അടിയാണ് ഞങ്ങൾ മേടിക്കുന്നത്. അപ്പം നിങ്ങൾ ചെയ്യുന്ന ജോലിയുടെ കൂലി എന്ന് പറയുന്നത് നിങ്ങളുടെ ചെറുമക്കൾക്കും അനന്തര തലമുറകൾക്കും അടിമേടിച്ചു കൊടുക്കുന്ന ജോലിയാണ് ചെയ്യുന്നത്. ഇതൊക്കെ സത്യമാണ്. എതിർക്കാൻ അതല്ല. ഇവർ ചെയ്യുന്നതാ ശരി, ഈ രാക്ഷസന്മാർ ചെയ്യുന്നതാ ശരി, ഈ പിശാചുക്കൾ ചെയ്യുന്നതാ ശരി, മാലാഖ വേഷം ധരിച്ച് ചെകുത്താന്മാർ ചെയ്യുന്നതാ ശരി. എൻ്റെ നേർക്കുവാ, ഞാൻ വാദിക്കാം. എത്ര അറിവുള്ള ആളും വന്നോട്ട്. എനിക്ക് അറിവ് കുറവാണ്. ഞാൻ 10ാം ക്ലാസ്സും കുസ്തിയേ ഉള്ളൂ. പിന്നെ ഇവിടെ 1 മുതൽ +2 വരെയുള്ള കണക്കിന് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. +2 പഠിക്കുന്ന കുട്ടി ഏത് സംശയം ചോദിച്ചാലും പറഞ്ഞു കൊടുക്കുന്നുമുണ്ട്. അപ്പം നിങ്ങൾ എൻ്റെ അടുക്ക് വാ, ഞാൻ വാദിച്ചോളാം. നിർത്തൂ, അതിക്രമവും അന്യായവും നിർത്തൂ. അന്തസ്സായിട്ട് ജോലി ചെയ്ത് ജീവിക്കൂ. പണ്ട് രത്നാകരനോട് ചോദിച്ചു, ഈശ്വരന്മാർ സന്യാസി വേഷം ധരിച്ചിട്ട് നീ ചെയ്യുന്ന പാപമൊക്കെ ആര് ഏക്കും? രത്നാകരൻ പറഞ്ഞു, ഞാൻ വീട്ടിൽ പോയി ഭാര്യയോടും മക്കളോടും ചോദിക്കാം. ഭാര്യയോടും മക്കളോടും പോയി ചോദിച്ചു, ഞാൻ ചെയ്യുന്ന പാപത്തിൻ്റെ ഫലം ആരനുഭവിക്കും? ഭാര്യയും മക്കളും പറഞ്ഞു, താൻ തന്നെ അനുഭവിച്ചാൽ മതി. തിരിച്ചു എന്ന് പറഞ്ഞു, ഞാൻ തന്നെ അനുഭവിക്കണം. അപ്പോൾ അവരേക്കത്തില്ല എന്ന് പറഞ്ഞു. കാരണം ഒരു ഗൃഹനാഥൻ്റെ കടമയാണ് ആ വീട് പോറ്റുക എന്നുള്ളത്. അയാൾ എങ്ങനെ കൊണ്ടുവരുന്നു എന്ന് ഭാര്യയ്ക്കും മക്കൾക്കും അറിയണ്ട. അയാൾ സത്യസന്ധമായ രീതിയിലാണ് കൊണ്ടുവരുന്നതെങ്കിൽ അതിൻ്റെ പോസിറ്റീവ് എനർജിയും കൂടെ അവർക്ക് കിട്ടും. അധർമ്മമാർഗത്തിലൂടെയാണെങ്കിൽ അതിൻ്റെ നെഗറ്റീവ് എനർജിയും കൂടെ അവർക്ക് കിട്ടും. അപ്പോൾ ആ സന്യാസിമാർ പറഞ്ഞു, ഈ 2 മരത്തിനിടയിലിരുന്ന് രാമനാമം ജപിച്ചോളാൻ പറഞ്ഞു, ഈശ്വരനാമം ജപിച്ചോളാനാണ് പറഞ്ഞു. അയ്യോ, എനിക്ക് ഈശ്വരനെ പ്രാർത്ഥിക്കാൻ അറിയത്തില്ല എന്ന് പറഞ്ഞു. നീ ആമരം ഈമരം എന്നങ്ങ് ഇങ്ങനെ വലത്തോട്ടും ഇടത്തോട്ടും ചരിഞ്ഞുകൊണ്ട് പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അത് രാമരാമയായെന്നാണ് ചൊല്ല്.
ഇങ്ങനെ കുറേ വർഷങ്ങൾ കഴിഞ്ഞ് വീണ്ടും സന്യാസിമാർ വന്നപ്പോൾ അവിടെ ചെതൽപ്പുറ്റ് കണ്ടു. ഈ ചെതൽപ്പുറ്റ് തല്ലിക്കുടഞ്ഞ് നോക്കിയപ്പോൾ പിന്നെ നല്ല ഒന്നാന്തരം ഹിമം പോലെ വെളുത്ത ഒരു മഹർഷി. അദ്ദേഹത്തിന് ഗണപതി ഭഗവാൻ പറഞ്ഞു കൊടുത്തു രാമായണം എഴുതാൻ. അജ്ഞതയാണ്, അറിവില്ലായ്മയാണ്, അരുത് കാട്ടാള അരുത്. അദ്ദേഹം കാട്ടാളനായിരുന്നു. പക്ഷേ അദ്ദേഹം വാൽമീകി ആയപ്പം കാട്ടാളന്മാരോട് പറഞ്ഞ് അരുത് കാട്ടാള അരുത്. ചിലപ്പോൾ ഞാനും കാട്ടാളനായിരുന്നായിരിക്കാം. പക്ഷേ എനിക്ക് ഇന്ന് നിങ്ങളോട് പറയാനുള്ളത് അരുത് കാട്ടാള അരുത്. അയ്യോ, കാട്ടാളന്മാരുടെ എണ്ണം കൂടി. അവരുടെ സുവിശേഷ പ്രസംഗം ഒന്ന് കേൾക്കണം, മൈക്കിൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങൾ കേൾക്കണം. ഇവൻ്റെ മനസാക്ഷിയോടൊന്ന് ചോദിച്ചാൽ ഇവൻ എന്തെല്ലാം അതിക്രമവും അന്യായവും കൊള്ളിയൊപ്പം നടത്തിയ ഈ കാശുണ്ടാക്കിയത്. ഇവനും ഇവൻ്റെ മക്കൾ ഊട്ടി വിഴുങ്ങുന്നത് ഇവിടുത്തെ പാവങ്ങളുടെ കണ്ണീരും ചോരയും വിയർപ്പുമാണ്. കേരള മക്കളുടെ കണ്ണീരും ചോരയും വിയർപ്പ് ഓസിൽ അടിച്ചു വാരി നക്കിക്കൊണ്ട് അവരെ ചൂഷണം ചെയ്ത് അവരെ കൊണ്ട് പിന്നെ എന്തെല്ലാം അതിക്രമങ്ങൾ കാണിച്ച് നിങ്ങൾ എന്ന് നിർത്തും? നിങ്ങൾക്കെന്ന് അറിവുണ്ടാകും? നിങ്ങൾക്കെന്ന് ജ്ഞാനമുണ്ടാകും? നിങ്ങളെന്ന് നല്ല പാതയിലേക്ക് വരും. നിങ്ങളെ വിളിക്കുക, വരൂ, നല്ല പാതയിലേക്ക് വരൂ, സൽജനമാകൂ, ദുർപ്രവർത്തികൾ നിർത്തൂ. ഭൂമിയിൽ ദുർപ്രവർത്തികൾ ചെയ്യുന്നവർ കഞ്ചാവിനും